Hello, welcome to a very fresh episode of AAK സ്പെഷ്യൽ പ്രോഗ്രാം. യെസ്, നമ്മൾ നിൽക്കുന്നത് AAK ഹൈപ്പർ മാർക്കറ്റിലാണ്. എവിടെയാണ്? നമ്മുടെ മലപ്പുറത്ത് എവിടെയാണ്? തിരൂരാണോ? അല്ല, നമ്മുടെ പുത്തനത്താണിയിൽ ഹാല മാളിൽ പുതുതായിട്ട് AAK ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള AAK ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒത്തിരി പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അവിടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം, കേൾക്കാം. ബൈ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ AAKയുടെ ഒരു മെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഒരു എല്ലാം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫ്രൂട്ട് സെക്ഷൻ അല്ലെങ്കിൽ വെജിറ്റബിൾ സെക്ഷൻ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, അതിൻ്റെ ഒരു ക്വാളിറ്റി, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറേ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അമരക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ സെയിൽസ് മാനേജർ എന്ന് പറയാവുന്ന അസീസ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെയും അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫോൺ എടുത്ത് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അത്രയും ഇൻട്രസ്റ്റോട് കൂടി നോക്കി നിൽക്കുന്ന ഒരു സെഷനാണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഇത് മനോഹരമാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് ഇതിങ്ങനെ ഒരേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ ഒന്നാമത്തേത് ഒരുപാട് ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പെഷ്യലി ദുബായിൽ നിന്ന്. അതുമാതിരി ഇത് പിന്നെ ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ദുബായിലുള്ള ഒരുപാട് സ്റ്റാഫിനെ കൊടുത്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടിന്യൂസ് അവൈലബിലിറ്റി ആണ് ഒരു പ്രശ്നം. പക്ഷേ കണ്ടിന്യൂസ് അവൈലബിൾ നമ്മൾക്ക് ഒരുവിധം എല്ലാ സാധനവും സീസണലി അവൈലബിൾ ഉണ്ട്, ഇമ്പോർട്ടായി ചെയ്യുന്നതും. ഇമ്പോർട്ടഡ് ഐറ്റംസ് കണ്ടിന്യൂസ്ലി അവൈലബിൾ ആക്കും നമ്മൾ. അതാണ് നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോക്കലി പിന്നെ എല്ലാ ഐറ്റംസും എസ്പെഷ്യലി കസ്റ്റമർ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നല്ല കോമ്പറ്റീറ്റീവ് പ്രൈസിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ പുറമെന്നൊക്കെ മാർക്കറ്റുകളിൽ നിന്ന് സാധാരണക്കാരൊക്കെ മേടിക്കുമ്പോൾ ഇതിലും വില കുറവാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റായിട്ട് ഇവിടെ കിട്ടുന്നു, എന്താണ് കുറച്ചും കൂടി? നമ്മൾ പ്രൈസിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റി, ഫ്രഷ്നെസ് ആണ്. എങ്കിലും പ്രൈസും നല്ല കോമ്പറ്റീറ്റീവ് ആയിരിക്കും. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു വില കുറവിൽ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയും അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് മാത്രമേ ഇവരിവിടെ നിന്ന് മേടിക്കുന്നുള്ളൂ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇതൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, സത്യം പറഞ്ഞാൽ ഒരു എക്സിബിഷന് വന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് മേളയ്ക്കോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു മേളയ്ക്കോ വന്ന പോലെ അത്രയ്ക്ക് മനോഹരമായിട്ട് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് സത്യത്തിൽ? ആരാണ് ഇതൊക്കെ ഇത്രയും അറേഞ്ച് ചെയ്ത് വെക്കുന്നത്? നമ്മൾ UAE ഒരു കോപ്പി ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ UAE വർക്ക് ചെയ്യണ ഒരുപാട് സ്റ്റാഫുണ്ട്, ഒരു അറൗണ്ട് 10 പീപ്പിൾ. നമ്മൾ ഇതിനായിട്ട് 2 ദിവസം മെനക്കെട്ടിട്ട് അവരാണ് ശരിക്കും പറഞ്ഞത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവർ UAE ഈ റീറ്റെയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ അവിടുന്ന് വരുത്തിയിട്ട് നമ്മൾ സെറ്റ് ചെയ്താണ്. ഇതിനി കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇതേ ലെവലിൽ കീപ്പ് ചെയ്ത് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹം. അതിന് നമ്മൾ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും വളരെ അനിവാര്യമാണ്. അപ്പോൾ പുത്തനത്താണിയിൽ ഇതിപ്പോൾ വന്നപ്പോൾ ഫസ്റ്റ് ഡേ ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്രൗഡിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ? നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ക്രൗഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഈവനിങ് ആകുമ്പോൾ ഒരുപാട് ക്രൗഡിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരൂരിനേക്കാളും ഇത്, അല്ലെങ്കിൽ തിരൂരിലെ പോലെ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും തിരൂരിനെക്കാട്ടും ഒന്നാമത്തേത് സ്പേസ് കൂടുതലാണ്. എല്ലാറ്റിനും കുറച്ചും കൂടെ പൊതുവെ സ്പേസ് കൂടുതലാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരൂരിനെക്കാട്ടും കൂടുതൽ ബിസിനസ് ഇവിടെ കിട്ടും തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് സാർ ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുന്നത്. കാരണം ഇൻറ്റീരിയറും ആ ഒരു ലൈറ്റിംഗ് ഒക്കെ നമുക്കൊരു ഗൾഫിൽ പോയൊരു ഫീല് തരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കസ്റ്റമർ സർവീസ്, ഇവിടുത്തെ ഒരു ക്വാളിറ്റി, എല്ലാവരും ഒരുപോലെ പറയുന്നത് നമ്മളൊരു അബ്രോഡ് പോയൊരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് പിന്നിൽ എല്ലാത്തിനേക്കാളും ബെസ്റ്റ്, അല്ലെങ്കിൽ ഒരു ലുലു മോളിൽ പോയൊരു ഫീല് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? ഇതിൻ്റെ ഒരു പിന്നിലെ ആ ഒരു കോൺസെപ്റ്റൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നല്ല ടീം വർക്കാണ്. ബേസിക്കലി നമ്മൾ കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ GCC ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനൊരുപാട് മാനേജർമാരും ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കണ്ടിന്യൂസ് എഫേർട്ടാണ് ഇത്രയും സക്സസ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്.
അപ്പോൾ സാറിന് സാധാരണക്കാരോട് അല്ലെങ്കിൽ ജനങ്ങളോട് എന്താണ് പറയുക? പലരും ഇതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കും, നമുക്കൊന്നും അഫോർഡബിൾ അല്ലാത്തൊരു രീതിക്കാണ്, അത്രയും പ്രൈസിങ് അത്രയും വരുന്നുണ്ട്. അപ്പോൾ പലരും ഇതിൽ വരാൻ മടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പ്രൈസിങ് ഒക്കെ വളരെ കൂടുതലാണ്, നമുക്ക് പറ്റില്ല എന്നൊക്കെ തോന്നുന്നു. അത്തരത്തിലുള്ള ആൾക്കാരോട് എന്താണ് പറയാൻ? ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും നമ്മൾ പ്രൈസിങ് ഭയങ്കര കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആയി കാരണം, ബട്ട് നമ്മൾ ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്തായാലും പ്രൈസിങ് കോമ്പറ്റീറ്റീവ് പ്രൈസ് ആയി കാരണം ഐ തിങ്ക് മലപ്പുറം ജില്ലയിൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസ് ആയി കാരണം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാം. എന്നാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും നമ്മൾ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ്. വൺസ് നമ്മൾ ഒരു പ്രാവശ്യം വന്ന് കസ്റ്റമർ തിരിച്ചു പോയിട്ട് കാര്യമില്ല, നമ്മൾ കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഫേർട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ രീതിയിലുള്ള എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരുപോലെ വരാവുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മുടെ AAK ഹൈപ്പർ മാർക്കറ്റ്. ആരും ഇതിൻ്റെ ഒരു ഉൾവശം കണ്ടു അല്ലെങ്കിൽ ഇത്രയും ലൈറ്റിൻ്റെ സെറ്റിങ്ങും കണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവർക്കും ഒരുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ പ്രൈസിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചീപ്പായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഇത്ര ഒരു നല്ലൊരു റേറ്റിന് കൊടുത്ത് നല്ലൊരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ടെൻഷനേ അടിക്കേണ്ട. അത്രയും വിശ്വാസയോഗ്യമായിട്ട് അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവർ ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത്. സാറിൻ്റെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. എന്തായാലും സാറിന് വലിയൊരു താങ്ക്സ് നമുക്ക് പറയാം. സാറിൻ്റെ വിലയേറിയൊരു സമയമാണ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. താങ്ക് യു സർ. നമ്മുടെ തൊട്ടടുത്ത് തിരൂരിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുത്തനത്താണിയിലോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം, വളരെ അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യും. ഇവിടുത്തെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആയിട്ട് മനസ്സും വയറും കണ്ണും ഒക്കെ നിറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസാണ് നമ്മുടെ AAK ഗ്രൂപ്പ് നമുക്കായിട്ട് നൽകിയിട്ടുള്ള AAK ഹൈപ്പർ മാർക്കറ്റ്. എനിവേ നമ്മുടെ പുത്തനത്താണിയെ പുത്തനാക്കാൻ എത്തിയിട്ടുള്ള ഈ ഒരു AAK ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു AAK ഹൈപ്പർ മാർക്കറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരേക്കും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ദിസ് ഇസ് മിഥിൽ ഷാന സൈനിങ് ഓഫ്. ബൈ.